ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. ചാലിശ്ശേരിയിൽ യാക്കോബയ വിശ്വാസികൾ സെമിത്തേരി പ്രവേശിച്ച് ഖബറിടങ്ങളിൽ പ്രാർത്ഥന നടത്തി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബയ സുറിയാനി പള്ളിയിൽ വിശ്വാസികൾ സെമിത്തേരിയിൽ അടക്കം ചെയ്ത പൂർവ്വ പിതാക്കന്മാരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥന നടത്തി. രാവിലെ സുറിയാനി ചാപ്പലിൽ പ്രത്യേകം തയ്യാറാക്കിയ താൽക്കാലിക ഖബറിൽ വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി. വിശ്വാസികൾക്ക് മാതൃദേവാലയത്തിന്റെ സെമിത്തേരിയിൽ പോയി പ്രത്യേക പ്രാർത്ഥന നടത്തുന്നതിനായി ജില്ലാ ഭരണാധികാരികൾക്കും പോലീസിനും രേഖാമൂലം അപേക്ഷ നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് യാക്കോബയ വിശ്വാസികൾ പോലീസിനെ വിളിച്ച് പള്ളി കോമ്പൗണ്ടിലെത്തി പോലീസ് അധികൃതർ ഓർത്തഡോക്സ് വിഭാഗം ഭരണസമിതിയുമായി സംസാരിച്ചെങ്കിലും സെമിത്തേരിയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. തുടർന്നാണ് പള്ളിയിലെത്തിയ മുതിർന്നവരും സ്ത്രീകളും കുട്ടികളുമായി ഏകദേശം 400-ലധികം വിശ്വാസികൾ പൂട്ടിയിട്ട ഗേറ്റ് തള്ളി തുറന്ന് സെമിത്തേരിയിലേക്ക് പ്രവേശിച്ച് മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും കല്ലറയിൽ പോയി പ്രാർത്ഥന നടത്തിയത്. മഹാഭൂരിപക്ഷം വരുന്ന യാക്കോബിയ വിശ്വാസികളെ പുറത്താക്കി 2020 ഓഗസ്റ്റ് 20-നാണ് ഓർത്തഡോക്സ് വിഭാഗം പള്ളി പിടിച്ചെടുത്തത്. കഴിഞ്ഞ 2 വർഷമായി സെമിത്തേരി ഇരുമ്പ് നെറ്റ് കെട്ടി പൂട്ടിയിട്ടിരിക്കുകയാണ്. മരിച്ച വിശ്വാസികളെ അടക്കം ചെയ്യുവാൻ മാത്രമാണ് തുറന്നുകൊടുക്കുന്നത്. മൃതദേഹ സംസ്കാരം നടത്താൻ കേരള സർക്കാർ ആദ്യം ഓർഡിനൻസും പിന്നീട് ബില്ലും പാസാക്കി. കേരളത്തിലെ യാക്കോബിയ സഭയ്ക്ക് നഷ്ടമായ 60 പള്ളികളിലും സെമിത്തേരി ആക്ട് പ്രകാരം വിശ്വാസികൾക്ക് ഞായറാഴ്ചകളിൽ സെമിത്തേരിയിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കാൻ തടസ്സമില്ല. ചാലിശ്ശേരി പള്ളിയിൽ മാത്രമാണ് കഴിഞ്ഞ 2 വർഷമായി സെമിത്തേരി ഇരുമ്പ് നെറ്റ് കെട്ടിപ്പൂട്ടി നിരന്തരം തടസ്സങ്ങളും പ്രശ്നങ്ങളും ഓർത്തഡോക്സ് വിഭാഗം നടത്തുന്നത്. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി.